നന്ദന നോറയെ ഉടനെ തീർത്ത് കൊന്നൊടുക്കി വിടും. കാരണം അമ്മാതിരി കൊലമാസ് കാണിച്ചുകൊണ്ടാണ് വീടിനകത്ത് നിൽക്കുന്നത്. പ്രശ്നം അപ്സര ശരണ്യ അത് തന്നെയാണ്. ഇതിനകത്ത് ആരാണ് ഇപ്പൊ തെറ്റ് കാണിക്കുന്നത്? ശരണ്യയാണോ അതോ അപ്സരയാണോ? രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടോ? എന്തായാലും നന്ദന സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദന ആദ്യം തുടക്കം വന്ന സമയത്ത് കുറച്ച് വെറുപ്പിക്കലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നന്ദനയുടെ കുറെ എന്താണ് പോയിന്റുകൾ സംഭവം ഇപ്പോൾ വരുമ്പോൾ നമ്മുടെ ടീമിനകത്ത് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നിൽക്കട്ടെ, പവർ ടീം ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നോറയുടെ നേർക്ക് നേരെ അവളെ ഞാൻ തീർക്കും, അവൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നലെയെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുകയാണ്, എന്നെ പവർ റൂമിൽ നിന്ന് സാധനങ്ങൾ പറക്കി വേഗം ഇറങ്ങി പോടി എന്ന് പറഞ്ഞതിന്. എടി പോടി വിളിയായി ശരണ്യയും അപ്സരയും കൂടെ ചങ്കുകൾ പിരിഞ്ഞ അവസ്ഥയിലാണ്. പക്ഷേ ടാസ്കിന് വേണ്ടിയിട്ട് ഒന്നിക്കാൻ വേണ്ടി നോറ പിറകെ നടക്കുകയാണ്. നോറ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന. പവർ റൂമിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടപെടും എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി. ആകെ മൊത്തം പ്രശ്നങ്ങൾ മറിഞ്ഞു കുഴഞ്ഞു കിടക്കുകയാണ്. സിജോയും ജിൻഡോയും കൂടി ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു പ്ലാനിങ് കാണുന്നുണ്ട്. ലൈവിൽ എന്താണ് നടക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ലൈവിൽ നമ്മൾ രാവിലെ നടന്ന അപ്സര ശരണ്യ അടി അറിയാമല്ലോ. അതിൻ്റെ ബാക്കിയായിട്ട് ശരണ്യ വീട്ടിലെ എല്ലാവരുടെ അടുത്തും പോയിരുന്ന് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതിപ്പോൾ ഏഷ്യലി വരദൂഷണം പറയും പോലെ അല്ല, ഈ കാര്യം ശരണ്യ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് സംഭവം, ഈ കാര്യം ഇതിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പം ഈ പറയുന്ന ഹോട്ടൽ ടാസ്കിന് വേണ്ടിയിട്ട് വീട് മൊത്തം ബ്ലൈൻഡ് സിറ്റി എല്ലായിടത്തും ഗാർഡൻ ഏരിയയിലിരിക്കാൻ പറയുകയാണ്. അങ്ങോട്ട് ഇവർ പാട്ടുമേളവും കച്ചേരിയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ ഈ സമയത്ത് സിജോയും ജിൻഡോയും കൂടെ എഴുതിയിട്ടുള്ള പ്ലാനിങ് ആണ് എങ്ങനെ കളിക്കണം. ഇവർ കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരുടെ കഴിഞ്ഞ ആഴ്ച എന്താ ചെയ്തത്? ഗബ്രിയെയും ജാസ്മിനെയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് നോമിനേഷനിലിട്ടു. ഒരാളെ തെറിപ്പിക്കാൻ വേണ്ടി ഗബ്രി തെറിച്ചു. ജാസ്മിനെ ഈ ആഴ്ച നമ്മൾ നോമിനേഷൻ ഇടാത്തതിൻ്റെ കാര്യം എന്താ? ജാസ്മിന് വോട്ട് കിട്ടും. ജാസ്മിനും ഗബ്രിയും കൂടെ വന്നപ്പോൾ ഇവരുടെ വോട്ട് സ്പ്ലിറ്റ് ആയതുകൊണ്ടാണ് എന്ത് ഗബ്രി പുറത്തു പോയത്. ജാസ്മിൻ എന്തായാലും സേവായി പോകത്തേ ഉള്ളൂ, അതുകൊണ്ടാണ് പറയാത്തത്. അതേ മെത്തേഡാണ് അവർ ഇത്തവണ ട്രൈ ചെയ്യാൻ നോക്കിയത്. പവർ റൂമിന് എതിരെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ, സിജോ, അവർക്കറിയാം. അതുകൊണ്ട് ഞാനും ശരണ്യയും ഫ്രണ്ട്സ് ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ശരണ്യയെ നേരിട്ട് നോമിനേറ്റ് ചെയ്തത്. നമ്മൾ രണ്ടുപേരും കൂടെ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഒരാളുടെ വോട്ട് മറ്റൊരാൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ശരണ്യെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരണ്യയെ പിടിച്ച് നോമിനേഷനിൽ കൊണ്ടുവന്നിട്ടത്. പവർ റൂമിന്റെ ബുദ്ധിയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഗബ്രി എടുത്തും ജാസ്മിൻ എടുത്തും ചെയ്യാൻ നോക്കി അതേ സമയം അവർ തിരിച്ച് ചെയ്തതാണെന്ന് സിജോ ജിൻഡോയുടെ അടുത്ത് പറയുകയാണ്. ഇവർ ഒരുമിച്ച് നിൽക്കുകയാണ്. ഈ ആഴ്ച 3 പേര് ചിലപ്പോൾ പുറത്തു പോകും. അവസാനം 8 പേര് വരുമായിരിക്കാം. ഡെന്നിൽ 2, നെസ്റ്റിൽ 2, പവറിൽ 2, ടണലിൽ 2 അങ്ങനെ വരുമായിരിക്കാം. എന്നിട്ട് അതിനകത്തുനിന്ന് പെട്ടി ടാസ്ക് വരുമായിരിക്കാം. ഇതെല്ലാം സിജോയും ജിൻഡോയും കൂടെ ഒരുമിച്ചിരുന്ന് പ്ലാനിങ് നടത്തുകയാണ്. പക്ഷെ സിജോ ജിൻഡോ കോംബോ ഈ പ്ലാനിങ് നടത്തിയപ്പോൾ തന്നെ കാണാൻ ഒരു രസമുണ്ട്. ഇവർ മുന്നോട്ട് ഒരുമിച്ച് നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്കും നല്ല നേട്ടമാണ്. പക്ഷെ ജിൻഡോയ്ക്ക് ഇപ്പോൾ ഓൾറെഡി ഈ പറയും പോലെ പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ ആ സപ്പോർട്ട് ജിൻഡോ കളിച്ചുണ്ടാക്കിയ സപ്പോർട്ടല്ല. ജിൻഡോ കോർണർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംഭവം പുറത്ത് വന്ന് വർക്കൗട്ടായി ജിൻഡോയെ രാജാവാക്കി വെച്ചിരിക്കുന്നതാണ്. ആ ലെവല് മാറി ജിൻഡോ ഗെയിം വ്യൂവിലേക്ക് വരും. ഈ പറയുന്ന സിജോയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സിജോയ്ക്ക് നേട്ടം ഉണ്ടാവും, ജിൻഡോയ്ക്ക് നേട്ടം ഉണ്ടാവും. ഇനി അപ്പോൾ ഈ ശരണ്യ എല്ലാവരുടെ ഈ സംഭവങ്ങളെല്ലാം പറയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ അപ്സര അറിയുന്നു. ശരണ്യ എല്ലാവരുടെ അടുത്തും പറയുന്നു, എല്ലാവരും ഈ സംഭവം അറിയുന്നു. നേരെ എല്ലാ ബ്ലൈൻഡ്സ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് നന്ദന ശരണ്യം കൊണ്ട് നേരെ പോകുന്നു ടണൽ റൂമിലേക്ക്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ടാസ്ക് വരികയാണ്, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്സര അങ്ങോട്ട് കയറി വരുന്നു. അപ്സര പറയുന്നു, വല്ലതും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണം, കേട്ടല്ല നന്ദന എടുത്ത് പറയണം ശരണ്യാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അങ്ങും ഇങ്ങും പോയി പറയരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണം. അപ്പോൾ പറയണം, ഓ മുഖത്ത് നോക്കി തന്നെയാണ് പറഞ്ഞത് എന്നിങ്ങനെ ശരണ്യ പറയുന്നു. പോടി അപ്പോൾ എന്നിങ്ങനെ അപ്സര പറയുന്നു. നീ പോടി എന്ന് പറയുന്നു. അങ്ങനെ അപ്സര അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്സര അങ്ങോട്ട് പോടി എന്ന് വിളിക്കുന്നു. ശരണ്യ തിരിച്ച് പറയുന്നു. പക്ഷേ അപ്സര അവിടെ പറയാൻ പോയ കാര്യം ഒരു ന്യായമുണ്ട്. കാരണം നീ എല്ലാവരുടെ അടുത്തും ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നില്ലേ? എൻ്റെ അടുത്ത് വല്ലതും പറയണമെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. ഞാൻ ഒരാളോടെങ്കിലും പറഞ്ഞോ? നീ ഇവിടെ എല്ലാവരോടെയും പറഞ്ഞുകൊണ്ട് നടന്നു, നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. കാലി തുള്ളി വീണ്ടും ശരണ്യ, ഇനി എനിക്ക് ഫ്രണ്ട് അല്ല, ഇനി അവൾ എനിക്ക് ഫ്രണ്ട് അല്ല. അവൾ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? ഈ അവൾ എന്നെ എടി പോടി എന്ന് വിളിക്കുന്ന. ആഹാ ഇത് കൊള്ളാം, ഇത് എന്തോന്ന് കാര്യം ഇവിടെ, എന്നെ അതും പറഞ്ഞ് എനിക്ക് സ്പേസും തന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്സര നേരെ ഇറങ്ങിപ്പോയി. പുറത്ത് പോകുമ്പം സംസ്കാരം കണ്ടില്ലേ? പലരുടെയും സംസ്കാരങ്ങൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദന, എൻ്റെ പൊന്ന് ചേച്ചി, നമ്മുടെ ഇടയിലുള്ള നമുക്ക് നിർത്താം, നിങ്ങൾക്ക് 2 പേർക്കൂടെ സോൾവ് ചെയ്യാം. ഈ അടിയും വഴക്കും എല്ലാം കൂടെ കേട്ട് എല്ലാവരും കൂടെ ടണൽ റൂമിനകത്തോട്ട് വരുന്നു. നോറ, എന്താ അവിടെ പ്രശ്നം? ശരണീച്ചി ഇങ്ങനെ വാ, ഇപ്പം സംസാരിക്കാം വാ.
അപ്പം നന്ദന വേണ്ട, നമ്മൾ സംസാരിച്ചോളാം, നമ്മൾ ഈ ഗ്രൂപ്പിനകത്തുള്ള നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യം നമ്മൾ ഞാനിപ്പോൾ അവരല്ലേ, നിങ്ങൾ എന്നെ അനുസരിക്കണ്ടേ, ബാ ശരണേച്ചി ബാ നമുക്ക് സംസാരിക്കാം. ഋഷി അങ്ങോട്ട് വരുന്നു. അപ്പം നന്ദന പറയാണ്, ക്യാപ്റ്റൻ നമ്മൾ പരാതിപ്പെട്ടിട്ടില്ല പവർ റൂമിൻ്റെ അടുത്ത്, നമ്മുടെ ടീമിനകത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മൾ എന്തായാലും അതിനെ സോൾവ് ചെയ്തോളാം, ഇവിടെ ആരും വരേണ്ട ആവശ്യമില്ല. അത് നന്ദന മര്യാദയ്ക്കാണ് പറഞ്ഞത്, ഇങ്ങോട്ട് ആരും വന്ന് ഇടപെടണ്ട, നമ്മളത് സോൾവ് ആക്കിക്കോളാം. അത് നന്ദനയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടും. കാരണം അവരുടെ ടീമിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ സോൾവ് ചെയ്ത് പറ്റാത്ത തലമാണെങ്കിൽ അവർ പവർ റൂമിൻ്റെ പറയും, നമ്മൾ പവർ റൂമിൻ്റെ പറയുന്നില്ലല്ലോ, നമ്മൾ സോൾവ് ചെയ്തോളാം. അപ്പോൾ ശരണ്യ പറയാണ്, ശരണ്യ ടെമ്പർ കയറി നിൽക്കണം. അപ്പോൾ ശരണ്യ പറയാണ്, എനിക്ക് കംപ്ലൈൻറ്റ് ഉണ്ട് പവർ റൂം, എന്നെ എടി പൊടി എന്ന് വിളിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അതിനിടെ ആക്ഷൻ എടുക്കണം. അപ്സര നേരെ ഡൈനിങ് ടേബിളിൽ അവിടെ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഋഷി കേട്ടല്ലോ നന്ദന കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇനി നമുക്ക് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം വീണ്ടും നന്ദന, ഞാൻ ശരണ്യേച്ചിയുടെ തല അവിടെ സംസാരിച്ചുകൊണ്ടത്, എനിക്ക് ശരണ്യേച്ചിയുടെ സംസാരിക്കണം. അപ്പം നോറ, നിങ്ങൾ വരി, നിങ്ങൾ എൻ്റെ കൂടെ വരി, എനിക്ക് സംസാരിക്കാണ്ട് ഇച്ചിരി വരി ശരണ്യേച്ചി. അപ്പം എൻ്റെ പൊന്നു നോറ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ ഇവിടുത്തെ കാര്യമില്ല സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മളല്ലേ ടീം, നിങ്ങൾ എന്തിനാണ് വന്നതിൽ ഇടപെടേണ്ടത്? ഞാൻ പവറല്ലേ, പവർ പറയണല്ലേ അനുസരിക്കേണ്ടേ? ശരണ്യേച്ചി പവർ പറയുമ്പോഴേക്ക് ഇങ്ങോട്ട് വരി, പിടിവലി കാണണമായിരുന്നു. നന്ദൻ അങ്ങോട്ട് വരും, ശരണ്യേച്ചി ഇങ്ങോട്ട് വാ, നന്ദന അപ്പുറത്ത് നിന്ന് നോറ ഇങ്ങോട്ട് വല്ല. ഋഷി കംപ്ലൈൻറ്റ് കൊടുത്താണ്ടല്ലോ, ശരണ്യക്ക് പ്രോബ്ലം ഇല്ലല്ലോ, പിന്നെ നീ എന്തിനിടപെടുന്നത്? അപ്പം നോറ, വാ ശരണ്യേച്ചി വരി, നമുക്ക് സംസാരിക്കാം. നന്ദന, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ പവർ റൂം ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നെ അതിനകത്തുള്ള സീനുകളൊന്നും കാണിക്കുന്നില്ല. കുറച്ച് കഴിയുന്നു, നന്ദന വീണ്ടും ശരണ്യെ വിളിച്ചുകൊണ്ട് വരുന്നു. ശരണ്യ വീണ്ടും പറയാണ്, അവളല്ലേ എന്നെ അങ്ങനെ പറഞ്ഞത്, എനിക്ക് ഈഗോ ആണെന്ന് പറഞ്ഞത് അവളല്ലേ. അപ്സര പുറത്ത് ഇതേ സമയം റസ്മിനും നോറയും ഋഷിയും കാര്യം തിരക്കാകുമ്പോൾ അടുത്ത് പറയുന്നത്, ഞാൻ ഇതുവരെ ആരോട് ഒന്നും പറഞ്ഞില്ല, ഞാൻ പറയാം, ആ സമയത്ത് ടാസ്കിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, എന്നിട്ട് അവളുടെ അവസരം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ടീം വർക്ക് അല്ലേ ഇത്, ഇൻഡിവിജ്വൽ പ്ലേ അല്ലല്ലോ. മാത്രമല്ല അവളുടെ അവസരം നഷ്ടപ്പെട്ടുവെങ്കിൽ ഓക്കെ പറയാമായിരുന്നു. പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു കൊള്ളായിരുന്നു അല്ലേ, അപ്പം ശരണ്യ എന്നിങ്ങനെ ആക്കി. പിന്നീട് ഞാൻ ചോദിച്ചു നമുക്കെന്നെ കിട്ടുമല്ലേ എന്നിങ്ങനെ ആക്കി. അപ്പം ഞാൻ ശരണ്യെ, നീ എന്തുകൊണ്ട് നിനക്ക് മൾട്ടി ലാംഗ്വേജ് സംസാരിക്കുന്ന കഴിവുണ്ടെന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പം നീ എനിക്ക് സ്പേസ് തന്നില്ലല്ലോ പറയാൻ എന്നിങ്ങനെ പറഞ്ഞിരുന്നു ആ ശരണ്യ. അപ്പം ഞാൻ എടി നമ്മുടെ ഗ്രൂപ്പല്ലേ, അപ്പം നമുക്കെന്നെ കിട്ടൂലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നീ എനിക്ക് പറയാനുള്ള, എനിക്ക് സ്പാഡ് കാര്യമൊക്കെ ഒത്തിരി പറയണ്ട, നീ എന്നെ പറയാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ശരണി ആ പറയാത്തതിൽ ഇങ്ങനെ യുഗ വെക്കല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ പിടിച്ച് ഈ വീട്ടിലുള്ളവരെ മൊത്തം വലിയ ഇഷ്യൂ ആക്കി എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടന്നത് ആരാ, അവളല്ലേ എന്നിങ്ങനെ അപ്സര ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നോറ പറയണേ, നിങ്ങൾ സോറി പറഞ്ഞിരുന്നു ആൾക്കാർ? ഞാൻ സോറി പറഞ്ഞിരുന്നു. നേരെ ശരണ്യ അടുത്ത് വരുന്നു. ശരണ്യേച്ചി സോറി പറഞ്ഞതല്ലേ അപ്സരേച്ചി? അപ്പൂ സോറി പറഞ്ഞു, ഞാനും സോറി പറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഇടയിൽ പിന്നെ എന്താ പ്രശ്നമുള്ളത്? അത് എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഈഗോ, എനിക്ക് എന്ത് ഈഗോയാണുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്സര സോറി പറഞ്ഞു, പക്ഷേ ശരണ്യ ആ സാധനം പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നന്ദന ഇതിനിടയിൽ കൂടി അവക്കിട്ട് ഞാൻ നോക്കി വെച്ചേക്കാണ്. ഇന്നലെ അവൾ എന്നോട് പറഞ്ഞു പെട്ടി എടുത്തോണ്ട് പോടിന്ന് പവർ റൂം എന്ന് പറഞ്ഞ്, പവർ റൂം കക്കൂസി പോകണമെന്ന് പറഞ്ഞു. കക്കൂസി പോയിരിക്കാൻ പറ്റും ശ്രീ ചേച്ചി? ഇല്ലല്ലോ, നമുക്ക് പോയാലേ പറ്റത്തുള്ളൂ. ശ്രീതു നീ തന്നെ പറ, ഇതൊന്നും കേൾക്കാൻ പറ്റത്തില്ല എന്നൊക്കെ കാര്യങ്ങളാണ് അവൾ പറയുന്നത്. അവളെ കൂടെ അംഗീകരിക്കാൻ പറ്റത്തില്ല, ഞാൻ അവളെ നോക്കിക്കോ, അവളെ ഞാൻ ശരിയാക്കും, അവളെ ഞാൻ തകർക്കും, പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നന്ദന സൂപ്പറായിട്ട് പെർഫോം ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. ഒത്തിരി സപ്പോർട്ട് നന്ദനയ്ക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങോട്ട് പോകുന്നു. ഗസ്റ്റ് വരാൻ പോവാണ്, ഉടനെ തന്നെ ഗസ്റ്റ് എൻട്രി ചെയ്യുമായിരിക്കാം. അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ട് ഞാൻ വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.